നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ രാജകുമാരിയും ഒരു ദുർമന്ത്രവാദിയും. രാജകുമാരി ദുർമന്ത്രവാദിയോട് ഏറ്റുമുട്ടിയിട്ട് രാജകുമാരി ജയിക്കുന്ന ഒരു കഥയാണെന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ. ഇത് അറബി നാട്ടിലെ ഒരു നാടോടി കഥയാണ് കേട്ടോ. അവിടെ ഒരു സാധാരണ പോലത്തെ ബസ്ര എന്ന് പറയുന്ന ചെറിയൊരു രാജ്യം ഉണ്ടായിരുന്നു. ആ രാജ്യത്തെ രാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് സുലൈമാൻ എന്നോ മറ്റോ ആണ്. അദ്ദേഹത്തിൻ്റെ മകളായിട്ട് രാജകുമാരി ഉണ്ടായിരുന്നു. രാജകുമാരി അതീവ സുന്ദരിയാണ്. പക്ഷെ ആ കുട്ടി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ആ കുട്ടിയെ നോക്കുന്നതിന് സഹായത്തിനായിട്ട് ഒരു അമ്മൂമ്മ അവിടെ വന്ന് രാജകുമാരിയെ നോക്കാൻ എന്നെ നിർത്തുമോ, എനിക്കൊരു ജോലി തരുമെന്ന് ചോദിച്ചു. കൊട്ടാരത്തിൽ വന്ന് ചോദിച്ചു. ജോലിയും കൊടുത്തു. പക്ഷെ അവരൊരു മന്ത്രവാദിയായിരുന്നു അവർ. ആ മന്ത്രവാദ സ്ത്രീ, ആ വൃദ്ധ മന്ത്രവാദിനെ എന്ത് ചെയ്തു എന്നറിയാമോ? കുഞ്ഞിനെ രാജകുമാരിയെ വളർത്തുന്നതോടൊപ്പം നോക്കുന്നതോടൊപ്പം താലോലിക്കുന്നതോടൊപ്പം വാത്സല്യം കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചില മന്ത്രവിദ്യകളും പറഞ്ഞു കൊടുത്തു. എന്തിനു പറയണു? 10-20 വയസ്സ് പ്രായമായപ്പോഴേക്കും സുന്ദരിയായ രാജകുമാരി നല്ലൊരു മന്ത്രവാദിയും കൂടിയായി. ഈ അമ്മൂമ്മ അങ്ങ് മരിച്ചും പോയി. അമ്മൂമ്മ മരിച്ചു പോയപ്പോൾ അമ്മൂമ്മ പഠിച്ച ഈ മന്ത്രവാദം കുട്ടിയെ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളത് അങ്ങനെ കൊട്ടാരത്തിൽ ആരും അറിഞ്ഞൊന്നുമില്ല. എന്തൊക്കെ ജലസൂത്രം കൗശലമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അത്രയേ രാജ്യം ധരിച്ചുള്ളൂ, രാജാവും ധരിച്ചുള്ളൂ. അങ്ങനെ ഇരിക്കെ ആ നാട്ടിൽ ജിർജാര എന്ന് പറഞ്ഞിട്ട് ജിഫ്രറ്റ് ജിർജാര, അതാണ് അവരുടെ മുഴുവൻ പേര്. ജിഫ്രറ്റ് ജിർജാര എന്ന് പറയുന്ന വലിയൊരു ദുർമന്ത്രവാദി വന്നു. രാജാവിനെ രാജകൊട്ടാരത്തെയൊക്കെ അങ്ങോട്ട് നശിപ്പിച്ച് രാജകുമാരിയെ അവിടെ സ്വന്തമാക്കി അവിടെ ജീവിക്കാൻ വേണ്ടി വന്നൊരു ദുർമന്ത്രവാദിയാണ് ജിർജാര. ജിഫ്രറ്റ് ആദ്യം തന്നെ ചെയ്ത പണി എന്താണെന്നറിയാമോ? ഈ കൊട്ടാരവും പരിസരവും മുഴുവൻ രാജാവിൻ്റെ സമ്പത്തായിട്ടുള്ള ആ രാജ്യത്തിലെ രാജകൊട്ടാരവും ആ പരിസരത്തുള്ള അതിനകത്തുള്ള ആ ഉദ്യാനങ്ങളും കളിസ്ഥലങ്ങളും കുതിരാലയങ്ങളും ആനപ്പന്തിയും എല്ലാം അങ്ങ് ആ ദുർമന്ത്രവാദിയുടെ വലയത്തിലാക്കി, നിരീക്ഷണത്തിലാക്കി. അവിടെ എന്ത് ചലിക്കുന്നുണ്ടെങ്കിലും എന്ത് നടക്കുന്നുണ്ടെങ്കിലും മന്ത്രവാദി അറിയും. അത്തരത്തിൽ അതിനെ ആ മന്ത്രവാദത്തിനകത്താക്കി, മന്ത്രവാദം ചെയ്ത് ആ രാക്ഷസൻ്റെ ആ ദുർമന്ത്രവാദിയുടെ വരുതിയിലാക്കി. എന്തോ ചില പന്തികേട് കണ്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ രാജകുമാരി സൂക്ഷ്മമായിട്ട് അമ്മൂമ്മ പഠിപ്പിച്ച മന്ത്രവാദത്തിൻ്റെ വെളിച്ചത്തിൽ രാജകുമാരി ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ രാജകുമാരിക്ക് മനസ്സിലായി, തൻ്റെ കൊട്ടാരവും തൻ്റെ അച്ഛൻ്റെ കൊട്ടാരവും താനും ഈ കൊട്ടാര വസ്തുക്കളും എല്ലാം ദുർമന്ത്രവാദിയുടെ വലയത്തിനുള്ളിലാണല്ലോ. ഓട്ടിച്ചെന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ പറ്റിപ്പോയി, ഇല്ലേ അച്ഛാ, പണി പറ്റിപ്പോയി. ഒരു ദുർമന്ത്രവാദി നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കൊട്ടാരം വക വസ്തുവകകളും എല്ലാം തന്നെ ആ ദുർമന്ത്രവാദിയുടെ വലയത്തിലായിപ്പോയില്ലോ. ഇനി എന്തു ചെയ്യും നമ്മൾ? ആ രാജാവ് അത് കേട്ടവഴിക്ക്, എൻ്റെ കുഞ്ഞേ, നീയും അമ്മയും കൂടെ രക്ഷപ്പെടുക, ഞാൻ മന്ത്രവാദിയോട് യുദ്ധം ചെയ്തോളാം. ഒരു കാര്യമില്ല അച്ഛാ, മന്ത്രവാദിക്ക് നിമിഷം വച്ച് രൂപങ്ങൾ മാറാനായിട്ട് കഴിയും. അച്ഛന് രക്ഷപ്പെടാൻ സാധിക്കില്ല. പക്ഷേ ചില മന്ത്രവാദ സൂത്രങ്ങൾ എന്നെ നോക്കാൻ വന്നിരുന്ന ആ അമ്മൂമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛൻ വിഷമിക്കാതിരിക്കും. അച്ഛനും അമ്മയും കൊട്ടാരത്തിൽ പോയി വിശ്രമിക്കും. ഞാൻ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ പറ്റുമോ നോക്കട്ടെ. എൻ്റെ കുഞ്ഞ്, നീ എന്ത് ചെയ്യാനാ പോണേ എന്ന് ചോദിച്ചു രാജാവ്. ഞാൻ ആദ്യം തന്നെ നമ്മുടെ കൊട്ടാരമുറ്റത്ത് വലിയൊരു ഗുഹയുണ്ടാക്കി ആ ഗുഹയ്ക്കകത്ത് നമ്മുടെ ഈ ദുർമന്ത്രവാദിയുടെ ദൃഷ്ടിയിൽപ്പെടാതെ നമ്മുടെ കൊട്ടാരത്തിനകത്തുള്ള എല്ലാ പ്രജകളെയും ഞാൻ അവിടെ ഒളിപ്പിക്കട്ടെ. ദുർമന്ത്രവാദിയുടെ ആദ്യം ചെയ്യാൻ പോണ ജോലി അവിടെ ഒരു കുളമുണ്ടാക്കി ഇവരെയൊക്കെ മീനുകളാക്കി മാറ്റണം എന്നുള്ള ഒരു ഉദ്ദേശമാണ്. അവരെ മീനുകളാക്കി മാറ്റുന്നതിന് മുമ്പ് ഞാൻ അവരെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മന്ത്രവാദം അനുസരിച്ച് കൊട്ടാരമുറ്റം ഒരു വലിയ കുഴിയാക്കി പ്രജകളെ അതിനകത്ത് മീനുകളാക്കി ഒളിപ്പിക്കാൻ എനിക്ക് പറ്റും എന്ന് പറഞ്ഞു. ഉടനെ മന്ത്രം ചൊല്ലിക്കൊണ്ട് വേഗം ഒരു കത്തി എടുത്ത് കൊട്ടാരമുറ്റത്തേക്ക് ഓടി ഇറങ്ങിയ രാജകുമാരി ഒരു വരയങ്കട്ട് വരച്ചുകൊണ്ട് കൊട്ടാരമുറ്റം നിറയെ വട്ടത്തിൽ വലിയൊരു വരയങ്കട്ട് വരച്ചു. അത്രയും ഭാഗം അങ്ങോട്ട് മാറി. പ്രജകളൊക്കെ ഓടി വന്ന് 4 പുറത്തു കൂടെയുള്ള
പടവുകൾ ഇറങ്ങി പെട്ടെന്ന് അങ്ങോട്ട് എത്തിയതിൻ്റെ പുറകെ അവരൊക്കെ മീനുകളായി മാറി ആ വെള്ളത്തിൽ അങ്ങോട്ട് ഓടിക്കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരൊറ്റ പ്രജകളെയും ദുർമന്ത്രവാദി നോക്കുമ്പോൾ കാണാനില്ല. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഈ ചില മന്ത്രങ്ങൾ ചൊല്ലി അവരെയൊക്കെ രക്ഷിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിൻ്റെ രാജകുമാരിയുടെ പുറകിലായിട്ട് വലിയൊരു ശബ്ദം കേട്ടു. അപ്പോൾ എന്താ കാണണമെന്ന് വിചാരിച്ചാൽ കൊട്ടാരത്തിന് അടുത്തായിട്ട് പശുക്കളെ കന്നുകാലികളെയൊക്കെ കെട്ടണം തൊഴുത്തുണ്ടായിരുന്നു. ആ തൊഴുത്ത് അങ്ങോട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണെങ്കിലാ ഇടിച്ചു പൊളിഞ്ഞ് വീണെന്ന് മാത്രമല്ല, പെട്ടെന്ന് അവിടെ ഒരു ഗർത്തം അങ്ങുണ്ടായി. അതിൽ നിന്നങ്ങോട്ട് വലിയ ഭീകരരൂപിയായ ഒരു രാക്ഷസൻ്റെ രൂപത്തിൽ ജിർജാര പൊങ്ങി വന്നു. അതാണ് ദുർമന്ത്രവാദിയുടെ പേര് കേട്ടോ, ജിർജാര. അങ്ങോട്ട് പൊങ്ങി വന്നു. രാജകുമാരി അങ്ങോട്ട് കണ്ട വഴിക്ക് രാജകുമാരി, നമുക്ക് എന്ത് ജിഫ്രട്ട്, ഇനി നിൻ്റെ അപ്പ രാജകുമാരി നല്ല ധൈര്യത്തിൽ നിന്നു. തൻ്റെ കയ്യിൽ മന്ത്രം ചൊല്ലിയൊരു കോലും ഉണ്ട് കയ്യിൽ. ജിഫ്രട്ട്, നിൻ്റെ കളിയെ ഒന്നും നടക്കില്ല, ഈ കൊട്ടാരത്തിനകത്ത് നടക്കില്ല. നിന്നെ ഞാൻ ഇപ്പം തന്നെ നിൻ്റെ രൂപം ഞാൻ മാറ്റാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് രാജകുമാരി നേരെ അങ്ങോട്ട് ചെന്നു. ഉടൻ തന്നെ ജിഫ്രട്ട് എന്ത് ചെയ്തു, ഭൂതം എന്നുള്ള നിലയും കിട്ടിപ്പിട്ട് ഒരു സിംഹമായി മാറി. സിംഹമായി വന്നിട്ട് ഗർ എന്നിട്ട് ഗർഗിച്ച് ഒരു സിംഹമായിട്ട്, എങ്കിൽ ഇതാ പിടിച്ചോ എന്നും പറഞ്ഞ് സിംഹം ഇങ്ങോട്ട് വരിക. സിംഹം രാജകുമാരിയെ തിന്നാനായിട്ട് അങ്ങോട്ട് ചാട്ടി വായും പൊളിച്ച് വന്നപ്പോഴേക്കും എന്നാ പിടിച്ചോ എന്നും പറഞ്ഞ് രാജകുമാരി തലയിൽ നിന്ന് ഒരു തലമുടി അങ്ങോട്ട് പിഴുതെടുത്തു. നീളമുള്ള അതിസുന്ദരിയായ രാജകുമാരിക്ക് നല്ല നീളമുള്ള മുടിയുണ്ട്. ഒരു മുടി പിഴുതെടുത്തിട്ട് ഒന്നങ്ങോട്ട് ഊതി, ഒറ്റ ഊതി കഴിഞ്ഞപ്പോൾ എന്താ, നല്ല നീളത്തിലുള്ളൊരു വാള്. ആ വാളായിട്ട് മാറി. ഞാൻ ഉടൻ തന്നെ സിംഹത്തിൻ്റെ കഴുത്തിലേക്ക് വാളങ്ങോട്ട് ആഞ്ഞു ചെല്ലുമ്പോഴേക്കും സിംഹം പെട്ടെന്ന് ഒരു പറക്കുന്ന സർപ്പമായി മാറി. മന്ത്രവാദത്തിൻ്റെ ഒരു ശക്തി നോക്കണേ. സർപ്പമായി മാറിയ വഴിക്ക് എന്തുണ്ടായി, രാജകുമാരിക്ക് തോന്നി സിംഹം എത്ര പെട്ടെന്ന് സർപ്പമായി, ഇതിനെ അതിലും വലിയ സർപ്പമാവണമെന്ന് കരുതി രാജകുമാരി അതിനേക്കാൾ വലിയ ഉഗ്രരൂപിണിയായ ഒരു സർപ്പമായിട്ട് ആ സർപ്പത്തിനെ അങ്ങ് ഇതാക്കി വിട്ടു. അങ്ങനെ പല രൂപങ്ങളെടുത്തിട്ട് അവർ പോരാടി. ജിഫ്രട്ടും രാജകുമാരിയും ഒക്കെ കഴിഞ്ഞ് നിന്നെ നോക്കിക്കോ എന്ന് പറഞ്ഞ് നിൻ്റെ പല രൂപങ്ങൾ നിന്നെ ഞാൻ ചുട്ടുകരിക്കും എന്ന് പറഞ്ഞു രാജകുമാരി. നിന്നെ അല്ലാതെ കണ്ട് ഞാൻ വെറുതെ വിടുന്നു വിചാരിക്കരുത്, നീ ഏത് രൂപത്തിൽ വന്നാലും നിന്നെ ഞാൻ ചുട്ടുകരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഈ രൂപം ഒരു രാക്ഷസ രൂപം പോണ്ടായി. ഈ ജിഫ്രട്ട് പറയണേ, അതിന് മുമ്പ് നിൻ്റെ കഥ ഞാൻ കഴിക്കും. നിന്നെ കൊന്ന് ഞാൻ നിൻ്റെ അച്ഛൻ്റെ മുമ്പിലേക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞോടുകൂടി നിന്നെ കൊല്ലും ഞാനിപ്പോൾ എന്നും പറഞ്ഞ് അങ്ങോട്ട് ചാട്ടി വീഴാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ പോരാട്ടത്തിൽ അപ്പോഴത്തേക്കും ഒരു മന്ത്രം ചൊല്ലി രാജകുമാരി കൈ അങ്ങോട്ട് ഉയർത്തിപ്പിടിച്ചു. കൈ ഉയർത്തിപ്പിടിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? അത്ഭുതം എന്നെ പറയുന്നു. 2 കയ്യിലും ഓരോ പന്തങ്ങൾ, കത്തുന്ന 2 പന്തങ്ങൾ. ആ പന്തങ്ങൾ അങ്ങോട്ട് വന്ന വഴിക്ക് ഒരെണ്ണം വലിച്ചൊരൊറ്റ ഏറങ്ങ് കൊടുത്തു. എറിഞ്ഞത് അങ്ങനെ തന്നെ മെഴുക് രൂപത്തിലാണ് നിന്നിരുന്നത് ഈ രാക്ഷസനായിട്ട്. വായലേക്ക് അങ്ങോട്ട് പോയി. വായലേക്ക് ചെന്ന് ചൂടാ തട്ടിയോടുകൂടി അങ്ങോട്ട് ഉരുകാൻ തുടങ്ങി. അടുത്ത പന്തവും എറിഞ്ഞു. അത് ആദ്യത്തെ പന്തം അങ്ങോട്ട് അകത്തേക്ക് പോയപ്പോൾ കീഴ്പോട്ടേക്ക് ഇതേ രണ്ടാമത്തെ പന്തവും വായിലേക്ക് തന്നെ ചെന്നു. എന്തിനു പറയണം, നിമിഷങ്ങൾക്കകം ജിഫ്രട്ട് എന്ന ഭൂതം അങ്ങോട്ട് ഉരുകി വലിയ ഗർത്തം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഗർത്തത്തിലേക്ക് അങ്ങോട്ട് ഉരുകി ഒലിച്ചങ്ങോട്ട് പോയി. ജിഫ്രട്ട് അങ്ങോട്ട് താഴ്ന്നു. ആ മെഴുകു രൂപം അങ്ങോട്ട് താഴ്ന്നു. അതോടുകൂടി ഭൂമി അങ്ങോട്ട് വന്ന് മൂടിപ്പോയി. ഉടൻ തന്നെ രാജകുമാരി അവർ തമ്മിലുള്ള പോരാട്ടത്തിൽ രാജകുമാരി ജയിച്ചു. രാജകുമാരി ഉടൻ തന്നെ കൊട്ടാരമുറ്റത്ത് ചെന്ന് നിന്ന് മറ്റൊരു മന്ത്രം ചൊല്ലി തൻ്റെ പ്രജകളെ മുഴുവൻ ആദ്യമുണ്ടാക്കിയ ഗുഹാഗർത്തം അങ്ങ് പിളർന്നു. എല്ലാ പ്രജകളും മീനായി മാറിയിട്ട് വീണ്ടും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്തു. എന്നിട്ട് അച്ഛനെ വിളിച്ചു. അച്ഛൻ വരൂ, അച്ഛൻ്റെ പ്രജകൾക്ക് ആർക്കും ഒരു സംഭവം ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ, എല്ലാവരും ജീവനോടെ ഇരിക്കുന്നുണ്ട്. അച്ഛാ, നമ്മുടെ രാജ്യം രക്ഷപ്പെട്ടു.
ആ ദുർമന്ത്രവാദിയുടെ പിടിയിൽ നിന്നും നമ്മുടെ രാജ്യവും കൊട്ടാരവും നമ്മുടെ കൊട്ടാര വസ്തുക്കളും എല്ലാം രക്ഷപ്പെടുത്താൻ എനിക്ക് സാധിച്ചു. എന്നെ വളർത്തിയ ആ അമ്മൂമ്മയുണ്ടല്ലോ, അവരെനിക്ക് പഠിപ്പിച്ചു തന്ന മന്ത്രവാദത്തിൻ്റെ ഒരു ഫലമാണ് കേട്ടോ. കുട്ടിക്കാലത്ത് ഞാൻ പഠിച്ച ആ മന്ത്രവാദം അത് നമുക്ക് ഇന്ന് പ്രയോജനപ്പെട്ടു അച്ഛാ എന്ന് പറഞ്ഞ് അച്ഛനെ വിളിച്ചു. അച്ഛനും അമ്മയും കൂടി വളരെ സ്നേഹത്തോടെ തൻ്റെ മകൾ പ്രിയപ്പെട്ട പുത്രി രാജ്യത്തെയും കൊട്ടാരത്തെയും കൊട്ടാരം ജീവനക്കാരെയും എല്ലാവരെയും രക്ഷിച്ചല്ലോ എന്ന് കരുതി ദൈവത്തോട് നന്ദി പറയുകയും ചെയ്തു. ഇതാണ് ഇന്നത്തെ കഥ, ദുർമന്ത്രവാദിയും രാജകുമാരിയും. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.